ആരെങ്കിലും വിശ്വസിക്കും? എടാ ബ്രാഹ്മണല്ല എന്താ കറുത്തവരല്ലേ? അതിനൊക്കെ ഒരു പരിധിയില്ല. ഒരു നിറത്തിന്റെ പേരല്ല തോമാച്ച ജാതി എന്നത്, അതൊരു സംസ്കാരമാണ്. തൽക്കാലം ഒരു കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ നിർദോഷമായ കള്ളം. ക്യാപ്റ്റനെ എങ്ങനെയാ പറഞ്ഞ് വിശ്വസിപ്പിക്കാം? പക്ഷെ ഇവിടുത്തെ 3 പെൺകുട്ടികൾ അവളുമാര് വിശ്വസിക്കുന്നോ സമ്മതിക്കുന്നോ തോന്നുന്നുണ്ടോ നിനക്ക്? തൽക്കാലം ഇന്നൊരു ദിവസത്തേക്ക് സമ്മതിച്ചു. നമുക്ക് നോക്കാം. നീ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? അച്ഛനും അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു? അവർക്ക് കുഴപ്പമൊന്നുമില്ല. രണ്ടാളും കുറെ ഫോട്ടോസും ജാതക കുറിപ്പോട്ട് ഇരിക്കുക. ഞാൻ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന്. നല്ല ഏതെങ്കിലും പ്രപ്പോസൽ ആണ്, കൈ കൊടുക്കണം. എന്റെ മനസ്സിൽ മറ്റൊരാഗ്രഹം ഉള്ളത്. എടാ നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താടാ? എടാ നമ്മുടെ കൺമുന്നിൽ 3 എണ്ണം കുതിര പോലെ നിൽക്കുമല്ലേ, എനിക്ക് അതിലൊരാളിനോട് വല്ലാത്ത സ്നേഹം. അതൊന്നും ശരിയാവില്ല, ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ തെണ്ടിത്തരാണ്. അയാൾ ഇവിടെ കയറ്റി താമസിച്ചെന്ന് പറഞ്ഞ് ഉടനെ അയാളുടെ മോളെ കയറി പ്രേമിക്കുക, ഞാൻ സമ്മതിക്കില്ല. എടാ നീ ഒച്ച വെച്ച അയാൾ അറിയിക്കണ്ട. ഇവിടെ താമസിച്ചുകൊണ്ട് പ്രണയിക്കുന്നത് തെറ്റാണെങ്കിൽ പുറത്ത് താമസിച്ചുണ്ടാവാം. എന്താ നിനക്ക് ഇവിടുത്തെ കുട്ടിയെ തന്നെ പ്രേമിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? മച്ചു ഫ്രീസാവല്ലേ, നിന്റെ പെങ്ങന്മാർന്നല്ലോ അവർ. നീ ആരെയോ ഒരാളെ എയിം ചെയ്യുന്നുണ്ട് എന്നാര് പറഞ്ഞു? നീ എന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഗസ് ചെയ്യണം? എടാ എന്റെ മനസ്സിലാ. വേണ്ട, എനിക്ക് കേൾക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. ഇത് ശരിയാവില്ല. നീയേ എന്റെ കൂട്ടുകാരനാ. എന്ത് ഭ്രാന്താടാ ഇത്? നീ ആരെയാണ് എയിം ചെയ്യുന്നതെന്ന് പറ. ഒരു പക്ഷെ അവളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ വിട്ടേക്കാം. ആരാടാ അവള്? തൽക്കാലം അവരിതിനകത്തായി. ഇന്നൊരു ദിവസത്തേക്ക്. നിങ്ങൾ പറഞ്ഞതൊക്കെ അച്ഛൻ വിശ്വസിച്ചോ? അറിയില്ല. രേവതി മാലിനി എന്ത് പറഞ്ഞു? അവരാരെയും കണ്ടില്ല. എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച? സാറേ ഞാൻ പ്രശാന്തിനെ പറ്റി പറയായിരുന്നു. ആരോട്? മോൾക്കറിയുമോ അങ്ങനെ ആളിനെ കുറിച്ച്? എനിക്കറിയില്ല. അറിയാൻ മേലാത്ത ആളെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാൽ അച്ഛൻ സമ്മതിച്ചോ? ഇന്ന് ഒരു ദിവസത്തേക്കൊപ്പം വന്ന ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇറക്കി വിടുന്നത്? വളർന്ന 3 പെൺമക്കളുണ്ടെന്ന് ബോധമില്ലാതെയാ ക്യാപ്റ്റനായിട്ട് ചെറുപ്പക്കാരെ വീടിന് മുകളിൽ താമസിപ്പിച്ചിരിക്കുന്നു അയൽക്കാർ പറയുന്നേ. അയൽക്കാർ പോകാൻ പറ. എന്റെ മക്കളെ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഇവിടെ താമസിപ്പിക്കുന്ന ആൺകുട്ടികളെ പറ്റി എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. നാളെ നിങ്ങൾക്കൊരാവശ്യമുണ്ടായാൽ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് അവർ നിങ്ങളെ സഹായിക്കും, ഇല്ലേ? ഞാനും നിന്റെ അച്ഛനും തമ്മിൽ 25 വർഷത്തെ പരിചയമുള്ളത്. മുകുന്ദൻ എന്നെയും തോമാച്ചിനെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. വീടിന്റെ ഒഴിഞ്ഞിടക്കുന്ന ഫസ്റ്റ് ഫ്ലോറിൽ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മറുത്തു പറയാതിരുന്നതും നീയൊക്കെ നാളെ ഒരു ആവശ്യത്തിന് സഹായമായി ഒപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ തരുന്ന സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാതിരിക്കേണ്ടത് നിന്റെ കടമയാണ്. അത് സാറേ, മോനെ എഞ്ചിനീയർ ആക്കുക എന്നത് വാശിയാക്കിയ പാവം മാതാപിതാക്കൾ വിദ്യാഭ്യാസ ലോൺ തിരിച്ചടക്കാൻ കഴിയാതെ ബാങ്കിന്റെ നോട്ടീസും ജപ്തി ഭീഷണിയും എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാൻ ഇറങ്ങി തിരിച്ച അവന്റെ മുന്നിൽ സൗഹൃദത്തിന്റെയും ആതിഥ്യത്തിന്റെയും വാതിൽ കൊട്ടിയടയ്ക്കാൻ മനസ്സ് വന്നില്ല. എന്റെ സാന്നിധ്യം ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇറങ്ങിത്തരാം സാറേ. മക്കൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ. എന്റെ അച്ഛനെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ മുഴുവൻ പ്രതീക്ഷയുടെ പേരാ എനിക്കിട്ടിരിക്കുന്നത്. അച്ഛന്റെ അമ്മയുടെ അമിത പ്രതീക്ഷയല്ല, എനിക്ക് ശേഷം അവർക്കൊന്നുമില്ല. അങ്ങനെയുള്ളവരാ ജീവിതത്തിൽ പലപ്പോഴും തോറ്റുപോകുന്നത്. എന്റെ സങ്കടങ്ങളെ മറയ്ക്കാൻ ഞാനൊരുക്കുന്ന പൂക്കളമാ സാറേ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വിഡിത്തവും തമാശയൊക്കെ. സോറി, ഞാനിവിടെ നിന്നോട്ടെ. മനസ്സിലെ പ്രതീക്ഷകൾ തകരുമ്പോ
കാല് വിറയ്ക്കും. എന്താണ് ഇങ്ങനെ? വാ, വാ, ഇരിക്ക്. ഒരു എഞ്ചിനീയർ മാത്രമല്ല, തികഞ്ഞൊരു കലാകാരൻ കൂടി ഇവൻ. ഒരുമാതിരി എല്ലാ ഇൻസ്ട്രുമെന്റ്സും പ്ലേ ചെയ്യും, നന്നായി പാടും. മലയാളത്തിലെ ഏറ്റവും ഹിറ്റായ പാട്ട് ആൽബം സോങ് ഇവൻ പാടിയതാ. അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഇവന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്ന്. പിന്നെന്തോ ഇവൻ പാടിയില്ല. പ്രശാന്ത്, തനിക്ക് ചേരുന്നത് ഇപ്പോഴും ചിരിച്ച് തമാശ പറയുന്ന ഭാവമാണ്. എനിക്ക് ഈ പട്ടണത്തിൽ അത്യാവശ്യം കവിഞ്ഞ ബന്ധമുണ്ടോ. തനിക്കൊരു ജോലി ഞാൻ ശരിയാക്കി തരും. പക്ഷെ അതിനു മുമ്പ് തന്റെ ആ സൂപ്പർ ഹിറ്റ് സോങ് അത് ഞങ്ങൾക്കൊന്ന് കേൾക്കണം, അല്ലേ മോളെ? പ്രശാന്ത്, ആ കൈതോല പായ വിരിച്ച് പായേല് പറന്നെല്ല് പൊലിച്ച് കാതുകുത്താനപ്പ വരും എൻ്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായേല് പറന്നെല്ല് പൊലിച്ച് കാതുകുത്താനപ്പ വരും എൻ്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച്. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച് ആടിയാടിയപ്പ വരും എൻ്റെ അമ്മാവന്മാര് പൊന്നേ. ആടിയാടിയപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച്. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച് ആടിയാടിയപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആടിയാടിയപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായേല് പറന്നെല്ലു പൊലിച്ച് കാതുകുത്താനപ്പ വരും നിന്റെ പാവന്മാര് പൊന്നേ.